രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഇന്നെന്റെ വിവാഹമായിരുന്നു കേട്ടോ. ഒന്നൊന്നര വിവാഹം അങ്ങനെ വേണം പറയാൻ. ആ കഥ പറയാനാണെങ്കിൽ ഞാൻ ജനിച്ച ദിവസം മുതലുള്ള കാണുമല്ലോ പറയാൻ. പക്ഷേ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് ഒരു കടുക് മണിയോളം വർത്താനം പറയാം നമുക്ക്. എന്തേ എന്റെ കെട്ടിയോ റൂമിലേക്ക് വരുമ്പോഴേ ഇപ്പൊ തുറന്ന വായ ഞാൻ അടക്കും. സമ്മതാണോ? മുണ്ടും നേരിതും ചുറ്റി തലയിൽ മുല്ലപ്പൂവും ചൂടിന്ന് എന്റെ കയ്യിലൊരു ഗ്ലാസ് പാലും തന്ന് അമ്മായിയമ്മ പറയുവാണേ, പോളി ചെല്ലി അവൻ വരും, പുറത്ത് ആരൊക്കെയാ വന്നിട്ടുണ്ട്, സംസാരിച്ച് നിൽക്കുക എന്ന്. ഞാനൊന്നും മിണ്ടാ തലയാട്ടി സമ്മതിച്ച ശേഷം പാലുമായി മുകളിലെ മുറിയിലേക്ക് ചെന്നു. അകത്തേക്ക് കയറിയപ്പോഴെന്തോ പെട്ടെന്ന് വലിയൊരു പെണ്ണായ പോലൊരു തോന്നൽ. ശരിയാ, ഈ ADBC എന്നൊക്കെ പറയും പോലെ നമ്മൾ പെണ്ണുങ്ങൾക്കുണ്ടല്ലേ AM BM ഒക്കെ. വെറുതെ വട്ടു പറയില്ല. ആഫ്റ്റർ മാരേജ് ബിഫോർ മാരേജ് അതൊരു കാലഘട്ടം തന്നെയാ. അപ്പൊ എന്റെ ബിഫോർ മാരേജ് കാലഘട്ടത്തെ പറ്റി ഞാൻ പറയാം. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. ഉച്ചയോർക്കം കഴിഞ്ഞ് ഞാൻ പതിയെ വീട് വിട്ടിറങ്ങി. കുറച്ചപ്പുറമാണ് അമ്മായിയുടെ വീട്. അമ്മായി എന്റെ അച്ഛൻ അയ്യപ്പന്റെ മൂത്ത പെങ്ങളാണ് കേട്ടോ. അമ്മായിയുടെ പേര് ശാരദ. ദാമോദർജിയാണ് അമ്മായിയുടെ കെട്ടിയോ. ഓ സോറി, ദാമോദരൻ ജിയെ ഞങ്ങളങ്ങ് ദാമോദർജിയാക്കി മാറ്റി. ഇതൊക്കെ അമ്മായിയുടെ വീട്ടിലെ നടക്കൂ. അച്ഛൻ അയ്യപ്പനെ പണ്ട് എന്റെ ചേച്ചി പമ്പാവാസൻ എന്ന് വിളിച്ച് മാത്രമേ അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. ഒരാഴ്ച ശരണം വിളിയായിരുന്നു വീട്ടിൽ. ഈ ഞായറാഴ്ച സമയം എന്റെ അമ്മ നിർമ്മല അമ്മയുടെ വീട്ടിൽ തന്നെ കാണേണ്ടതാണ്. അമ്മയ്ക്ക് മുന്നേ ഞാനിങ്ങ് പോകുന്നു. അമ്മ മാത്രമല്ല, ഈ ഏരിയയിലുള്ള എല്ലാ വെടക്ക് പെണ്ണുങ്ങളും ഇന്ന് ഇവിടെ തന്നെ കാണും. എന്താന്നല്ലേ അയൽക്കൂട്ടം. നാട്ടിൽ നടന്ന ഒരാഴ്ചത്തെ വിശേഷങ്ങൾ മുഴുവൻ ചുമ്മാ കൂട്ടം കൂടിയിരുന്ന് ചർച്ച ചെയ്യും. പിന്നെ കഴിഞ്ഞ ആഴ്ചയിലെ പത്രങ്ങളെല്ലാം നിരത്തി വെച്ച് പ്രധാന വാർത്തകൾ നോക്കി മിനിറ്റ്സ് എഴുതി വെക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കുക, ഈ കൂട്ടത്തിനിടയിൽ ഈ ഉള്ളവൾക്ക് എന്താണ് കാര്യം എന്നല്ലേ? അമ്മായി നല്ല ചൂട് പഴംപൊരി ഏലക്ക ചായ ഉണ്ടാക്കുന്നുണ്ട്. അത് കുത്തിക്കേറ്റില്ല എനിക്കൊരു സമാധാനം കാണില്ല. പടിപ്പുര കടന്നും കേട്ടു ഉമ്മറത്ത് പെണ്ണുങ്ങളുടെ പലതരം കൊലശിരികൾ. ദാമോദർജി ഈ കാഴ്ച കാണാൻ വയ്യാണ്ട് കവലവരെ നാട് വിട്ടു. ഒപ്പം എന്റെ അച്ഛനും കാണും. രണ്ടളിയന്മാരും പൊട്ടും തേങ്ങയും പോലെയാ. അയൽക്കൂട്ടത്തിൽ ഇന്നത്തെ വിഷയം കണിയാർ രാമവേട്ടന് മോൾ ഒളിച്ചോടിയ കഥയായിരുന്നു. ഇന്നലെ ഒളിച്ചോടിയ പെണ്ണ് ഇന്ന് പെറ്റുപോലും. വല്ലാത്ത ജാതി അയൽക്കൂട്ടം. എന്നെ കണ്ടതും എല്ലാവരും എന്നെ അടിമുടി അങ്ങ് നോക്കി. ഉടനെ ഞാൻ ഒടുക്കത്തെ ക്യാറ്റ് വാക്ക് അങ്ങ് നടത്തി. എന്റെ പട്ടി ഷോ. അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കാണുന്നത്. ഞാൻ നോക്കുമ്പോൾ മുകളിലെ നിലയിൽ തുറന്നിട്ട കിളിവാതിൽക്കൽ ഫോണും ചെയ്ത് കൊഞ്ചിക്കൊഴഞ്ഞു നിൽക്കുന്നു. ആരാ? ദാമോദർജിയുടെ മൂത്ത പ്രൊഡക്റ്റ്. ഇടതുകയാൽ ഫോൺ ചെവിയോട് ചേർത്ത് വലം കൈ വിരലുകൾ കൂട്ടിത്തിരുമ്മി ഭംഗി നോക്കിക്കൊണ്ടാണ് കൊഞ്ചൻ. എന്നെ കണ്ടത് നാവ് നീട്ടി കാണിച്ചു. ആദിത്യൻ എന്ന ആദിയേട്ടൻ. സോറി, ഞാൻ ആദിയേട്ടെന്ന് വിളിക്കാറില്ല കേട്ടോ, ഓൺലി ആദി. കുട്ടിക്കാലം മുതൽ എന്നെ എടുത്തു നോക്കി നടന്ന കക്ഷിയാ ഈ ആദി. ഒരു കൊച്ചു സുന്ദരന ആദിയേട്ടൻ. പിന്നെ കിളിവാതിൽ നിന്ന് കൊഞ്ചുന്നു. അത് കാമുകിമാരിൽ ഏതെങ്കിലും ഒരുത്തിയാവും. PG ഫൈനൽ ഇയറാണ് കക്ഷി. അപ്പൊ ഞാൻ എത്രയിലാ പഠിക്കുന്നതെന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നും ഇല്ലേ? തോന്നണല്ലോ. +2 സയൻസ് ആണ്. മിക്ക പെൺകുട്ടികളെയും പോലെ പഠിപ്പും തീറ്റിയാണ് എൻ്റെ മെയിൻ. പിന്നെ കഴിവുകൾ വേറെയുണ്ട് കേട്ടോ. ഇൻവെസ്റ്റിഗേഷൻ പോരാത്തിന് നല്ല 1ാം ക്ലാസ് പാരവെപ്പും ഉണ്ട്. ഇന്നത്തെ എൻ്റെ ടാർഗറ്റ് സംശയം വേണ്ട, ആദ്യേട്ടൻ തന്നെയാണ്. കാര്യം ഫോണും ചാറ്റിങ് കൊണ്ടെങ്കിലും ചില ഞരമ്പന്മാർക്ക് ഇപ്പോഴും ലവ് ലെറ്ററിനോട് അടങ്ങാത്ത ദത്താണ്. അതുപോലെ ഞരമ്പനാണ് ആദി. കോളേജ് ഹീറോയാ. ലെറ്റർ അവൻ എഴുതി അവൻ്റെ ഗോപിമാർക്ക് കൊണ്ടുപോയി കൊടുക്കും. ഞാനാരാ മോള് അന്തസായി കട്ട് വായിക്കും. വെറുതെ ഒരു റൊമാൻറ്റിഫിക്കേഷൻ. അതാ എൻ്റെ അസുഖം. ആദി പുരാണം പറഞ്ഞുകൊണ്ട് ഞാൻ നടന്നു വരുമ്പോഴാണ് ഒരമ്മച്ചീനെ തൂക്കിയത്. ആ ഇതാര് പൊന്നിയോ? പൊന്നിന്റെ അമ്മ വരുന്നില്ലേ ഇന്ന്? ഇത് സുഭദ്രാന്റിയാ. പിന്നെ പൊന്ന് അത് ഞാൻ തന്നെയാ. പൊന്നേ പൊന്നേന്നാ എല്ലാവരും എന്നെ വിളിക്കാറ്. യഥാർത്ഥ പേര് പഞ്ചമി എന്നാട്ടോ. അമ്മ പുറകെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അതീവ കുലീനത വാരിയെറിഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. പിന്നെ പാവാടയും പൊക്കി ഒറ്റ ഓട്ടായിരുന്നു അടുക്കളയിലേക്ക്. എന്റെ പഴംപൊരി, ചൂട് പഴംപൊരി കാണാൻ ഞാൻ ആർത്തിയോടെ ഒരെണ്ണം എടുത്ത് കടിച്ചു. ആ അമ്മായി, ഇതിനകത്ത് കമ്പി ഒഴിപ്പിച്ച് വെച്ചേക്കുവാണോ നിങ്ങൾ? അതോ കമ്പി മാവിൽ നോക്കി പൊരിച്ചോ? അമ്മേന്റെ നാവ് പൊള്ളി. എന്ന പിടച്ചിൽ കണ്ട അമ്മായി ചിരിച്ചു പോയി. ഈ പെണ്ണേന്ന് കയറിയുള്ളൂ. പെണ്ണേത് നീ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അത് എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നേനെ. ദേ ആ പ്ലേറ്റിലിരിക്കുന്ന തണുത്തതാ. കഴിച്ചിട്ട് ഈ ചായയും പഴംപൊരി ചെക്കനും കൊണ്ട് കൊടുക്ക്. ഓ പിന്നെ എനിക്കങ്ങ് വേല, അവനോണ്ട് കൊടുക്കാം. വേണേ വന്ന് തിന്നട്ടെ. അതും പറഞ്ഞൊരു പ്ലേറ്റ് നിറച്ച പഴംപൊരിയുമായി ഞാൻ 4 കെട്ടിന്റെ നടുമുറ്റത്തേക്ക് ഇറങ്ങിയിരുന്ന് തീറ്റ തുടങ്ങി. കണ്ണും പൂട്ടി ആസ്വദിച്ചിരുന്ന് കഴിക്കുമ്പോഴാണ് എന്റെ തലക്കിട്ടൊരു കൊട്ടി കിട്ടിയത്. മറ്റേ ടൈപ്പ് നിലവിളിയിട്ട് ഞാൻ മുകളിലേക്ക് നോക്കുമ്പോൾ ഇടത് കൈ തൂണിൽ ചേർത്ത് വെച്ച് ഇടുപ്പിൽ കൈയും കുത്തിനെ നോക്കി നിൽക്കുവാണ് കാമദേവൻ ആദി എന്ന ആദിയേട്ടൻ. ഒരു ബ്ലാക്ക് ട്രൗസറും വൈറ്റ് സ്ലീവ്ലെസ് ബനിയനോട് വേഷം. ഞാൻ അവനെ ഒന്ന് പുച്ഛിച്ചു വിട്ട് പാത്രത്തിൽ നിന്നൊരു പഴംപൊരി എടുത്ത് കടിക്കാൻ തുടങ്ങിയതും എന്റെ കയ്യിലിരുന്ന പഴംപൊരി പിടിച്ചു വാങ്ങി ചുരുട്ടി മടക്കി അവന്റെ വാർപ്പ് പോലത്തെ വായിലേക്ക് കുത്തി തിരികി. എന്റെ കയ്യിലിരുന്ന പ്ലേറ്റ് വാങ്ങിച്ച് ഒറ്റ പോക്കായും ദുഷ്ടൻ. ഞാൻ അലറി. ഓടി അവനെന്നെ പുച്ഛിച്ചു. ഗുയിസ് അനു അമ്മു വാതിലോക്കടി, എന്റെ ചാർജർ എടുത്തോ നീയൊക്കെ? വലത്തെ കയ്യിൽ പ്ലേറ്റും പിടിച്ച് കാമദേവന് ഡോറിൽ പോയി അലറി വിളിച്ച് കൊട്ടുന്നുണ്ട്. ആരെയാന്നല്ലേ? അനുജത്തിമാരാ.
അന്നു എന്ന അപർണയും അമ്മു എന്ന അമുതയും ഇരട്ടകളാ. നോക്കണ്ട, എന്റെ കൂടെ പഠിക്കുന്ന ചങ്കത്തികളാ എന്റെ നാത്തൂൻസ്. നോക്കുമ്പതേ കയറി വരുന്നു എന്റെ അമ്മയും എന്റെ ചേച്ചി പല്ലവിയും. അയ്യോ, ബാക്കിയുള്ള പഴംപൊരി കുതാക്കാവ. പല്ലവിയേച്ചി കണ്ടതും വാതിൽ കൊട്ടിക്കൊണ്ടിരുന്ന ആദ്യമായിട്ട് കൊട്ടിന്റെ താളം പിഴച്ചു തുടങ്ങി. പിഴച്ചവൻ പല്ലവി ചേച്ചിയാണെങ്കിൽ ആദ്യമായിട്ട് നോക്കി ആകെ പൂത്ത് തളർത്ത് കരിഞ്ഞുടങ്ങി നാശകോശായി. ആദ്യമായിട്ട് എന്റെ കൊട്ടും നോട്ടവും പല്ലവിയുടെ കളം വരപ്പും എന്റെ ചവിട്ട് തുള്ളൽ അഴിഞ്ഞാടി. പല്ലവി എന്റെ ചേച്ചിയൊക്കെ തന്നെയാ. ഞാനും അവളും ഒരു 2 വയസ്സിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എനിക്ക് 17ഉം അവൾക്ക് 19. ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് കക്ഷി. ഈ വൃത്തികേട് കാണാൻ വയ്യാത്തോണ്ട് ഞാൻ ഗോവണി കയറി. മിഷൻ ആദി. വാതിൽ തുറന്ന് അന്നുവാമു ആദിയുടെ കൊരവള്ളി ഇറക്കുന്ന ഒച്ച ഞാൻ കേട്ടു. എന്താ പട്ടി? ചാർജർ അടി. എടാ ചേട്ടാ, ഫോണില്ലാതെ ഞങ്ങൾക്ക് എന്തിനാണ് നിന്റെ ചാർജർ? പൊഴുങ്ങി തിന്നാൻ. നിന്നോടൊക്കെ പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ള മുറി കരി വാതിലടച്ച് കുറ്റിയിട്ടുള്ള ഉറക്കം വേണ്ടാന്ന്. ചെക്കൻ്റെ ചാർജർ കൊടുക്കടി. ഒന്നും അറിയാണ്ട് അമ്മായും കൂടെ അങ്ങ് കൂടി. ചുമ്മാ ഒരു കൊഴുപ്പിന് കൊഴുപ്പ്. ഞാനാണെങ്കിൽ എന്റെ കൈവെല്ലിലെ നഖങ്ങൾ തമ്മിൽ വെറുതെ കൂട്ടി തിരുമ്മി പതിയെ ആദ്യമായിട്ട് എന്റെ മുറി ലക്ഷ്യമാക്കി നീ. കിട്ടി കിട്ടി. ചൂടോടെ ഒരെണ്ണം അവന്റെ ബുക്കിന്റെ അകത്തുനിന്ന് കിട്ടി. എന്റെ കണ്ണിന്റെ കണ്ണേ, ഇന്നലെ നീ ഇട്ടിരുന്ന കറുത്ത ചുരിദാറും നിന്റെ കഴുത്തിലെ ആ ഗോൾഡ് ചെയിനും കണ്ട മാത്രയിൽ എനിക്ക് നിന്നെ കടിച്ച് തിന്നാനാ തോന്നിയത്. കടിച്ചു തിന്നാനെന്താ ഉണ്ടം പൊരിയോ? വായിച്ചുകൊണ്ട് ഞാൻ വയറ്റത് കൈവച്ച് ഇരിച്ചുപോയി. ഏട്ടാ കാമപ്രാന്താ, നീ അവിടെ മാലയും കൊണ്ട് താമസിയാതെ മുങ്ങും. ബാക്കി വായിക്കാനായി പ്രേമലേഖനം കൊണ്ട് ഞാൻ റൂമിട്ട് പമ്മി പമ്മി പുറത്തിറങ്ങിയതും ദേ വരുന്നു കാമദേവൻ. ദൈവമേ പെട്ട്. ചാർജർ കിട്ടിയോ ആദ്യേട്ടാ? എന്നാ ഞാൻ പോട്ടെ, നമസ്തേ. ഫോണിൽ തോണ്ടി വന്നവൻ ഞാൻ അങ്ങോട്ട് ഇട്ടുകൊടുത്ത് കേട്ട് എന്നെ അടിമുടി നോക്കി. ആദ്യേട്ടനോ? എന്താടി വയ്യേ? ഞാൻ ചുമൽ കൂച്ചുകൊണ്ട് സ്പീഡിൽ നടന്നു. പെട്ടെന്നാണ് പിൻവിളി കേട്ടത്. ഡേയ് നികടി. പൊക്കി പൊക്കി. ഞാൻ ഓടി. ബാക്കി നിങ്ങൾ നേരിട്ട് കണ്ടോ? ആദിയുടെ ആ ഒരൊറ്റ അലർച്ചയിൽ പെണ്ണ് ഹാളിലൂടെ പാഞ്ഞു. അവരുണ്ട് വിട്ടുകൊടുക്കുന്നു. കൂടെ വെച്ച് വിട്ടു. അയ്യോടെ കാലാ, എന്റെ കാല്, സ്വന്തം കാല്. ഉരുണ്ടോടി അവളൊരു നിലവിളിയോടെ കാല് മടങ്ങി ഗോവണിക്ക് മുകളിൽ തന്നെ മുട്ടുകുത്തിയത് കാണെ പാഞ്ഞു വന്ന ആദ്യം അവളെ തൂക്കിയെടുത്തിരുന്നു. താടി. അവൾക്ക് നേരെ ചെക്കൻ കൈനീട്ടി അലറി. ഞാൻ തരില്ല, അവൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. ചെക്കൻ അവിടെ ചെവിക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. വീട്ടിലെ പട്ടി. നീ പട്ടി നിന്റെ എന്തോ കൂടി അവൾ പറയാമെന്നു പുറകിൽ ഒളിപ്പിച്ച് പിടിച്ചിരുന്ന പേപ്പറിൽ ചെക്കന്റെ പിടി വീണിരുന്നു. പക്ഷെ കിട്ടിയില്ല. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള എന്റെ റൂമിൽ കയറി നല്ല കിട്ടുമെന്ന്. ഓ, നല്ല തന്നെയാ കിട്ടിയത്. ഞാൻ കയറിയതിനൊപ്പം കുറ്റം. നിനക്ക് ലവ് ലെറ്റർ ഒളിപ്പിച്ചു വെക്കാം അല്ലേ? അമ്മായി പറയില്ല. അവൾ ഉറക്കിയലറിക്കൊണ്ട് ഗോവൻ ഇറങ്ങി തുടങ്ങിയിരുന്നു. അയ്യോടി പൊന്നെ, നിക്കടി, ചതിക്കലടി പറഞ്ഞുകൊണ്ട് കൂടെ ഓടുന്നതിനിടയിൽ ഗോവണിക്ക് താഴ്ന്ന പല്ലവി കണ്ട് ചെക്കനൊരു പൊടിക്ക് അടങ്ങി. കൺകൾ ഈരണ്ടാൽ, കൺകൾ ഈരണ്ടാൽ. തല നന്നായി തന്നെ കുലുങ്ങി വന്ന പക്ഷെ പഞ്ചമിയുടെ കൂർപ്പിച്ചുള്ള നോട്ടം ചെക്കൻ വീണ്ടും പ്രസന്റൻസിലേക്ക് തിരികെ വന്നു. ഷിറ്റ്. അവൻ നോട്ടം മാറ്റി വീണ്ടും പഞ്ചമിയെ തൂക്കി. എടുത്തു ചാടി പെണ്ണിന്റെ മുമ്പിൽ കയറി ഗോവണിക്കും ചുമരിനിടയിലായി അവളെ ലോക്ക് ചെയ്ത് തടസ്സം നിന്നു. ആദ്യേട്ടന്റെ കണ്ണല്ലേ, താടി വന്നേ. അവൻ കൈനീട്ടി കെഞ്ചി. ആദ്യേട്ടനോ? ആരുടെ ആദ്യേട്ടൻ? പഞ്ചമിക്ക് പുച്ഛമാണ്. ഓ പോട്ടെ, ആദ്യെങ്കിൽ ആദിയുടെ മുത്തമ്മേ, അതിങ്ങ് താടി പെണ്ണേ. കൈകൂപ്പി കെഞ്ചുന്നവനെയും പല്ലവിയെ അവൾ മാറി മാറി നോക്കി. പല്ലവിയുടെ മുഖം കൊട്ടൊക്കെ കോരി തട്ടം. ആഹാ, എന്തൊരു മനസ്സുഖം. തരില്ല, ഇക്കൊല്ലം ഇതും കൂടി 30ാമത്തെ ലവ് ലെറ്ററാ. എല്ലാരും കേട്ടോളി, ലവ് ലെറ്റർ. ഇത് ഞാൻ അമ്മയുടെ കൊടുക്കും, ഉറപ്പ്. പറ്റുന്ന ഉയരത്തിൽ പൊക്കി പിടിച്ച് വിളിച്ചു പോയി. അതും പറഞ്ഞ അവൾ അവനെ തള്ളി മാറ്റി ഗോവണി ഇറങ്ങിയതും ആദി പഞ്ചമിയെ പുറകിലൂടെ വട്ടം ചുറ്റി കെട്ടിപ്പിടിച്ചിരുന്നു. ആ കാഴ്ചയിൽ പല്ലവിക്ക് തലയുറ്റി. അനിയത്തിയൊക്കെ തന്നെയാ, പോരാത്തിന് ലോകത്തെങ്ങുമില്ലാത്ത ലുക്കും. അങ്ങ് തല്ലിക്കൊന്ന് കളഞ്ഞാലോ? പല്ലവി ഓർത്തുപോയി. അന്നുവാമോ വായിൽ പഴംപൊരിയും കുത്തിക്കയറ്റി സീൻ കണ്ട് രസിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കാണുന്ന തന്നെയാ, അതുകൊണ്ട് ആർക്കൊരു പുതുമയും തോന്നിയില്ല. പട്ടി. പഞ്ചമി അലറി. അങ്ങനെ അങ്ങ് പോയാലോ മോളെ? ഞാൻ ഇത്രയും കിടന്ന് കെഞ്ചിട്ട് നിനക്ക് തരാൻ വയ്യെങ്കിൽ നിനക്കുള്ള പണി ഞാൻ ഇപ്പൊ തന്നെ തന്നേക്കാടി കാന്താരി മുളകെ. അതും പറഞ്ഞ് അവനോടെ കൈത്തുടയിൽ ആഞ്ഞു കടിച്ചു. ഭൂലോകം കിടുങ്ങുമാറ് പെണ്ണ് അലറിയതും അലറി വിളിച്ചവരുടെ വായ പൊത്തി വീണ്ടും ഒരു കടി കൂടി കൊടുക്കുമ്പോൾ പെണ്ണിന്റെ കയ്യിലിരുന്ന പേപ്പർ അവന്റെ കയ്യിലെത്തിയിരുന്നു. എടി തടിച്ച് പഞ്ചമി പൊന്നെ, നീ അമ്മായി അമ്മായി എന്ന് വിളിച്ച് കാറിയതിന് എന്റെ അമ്മ കെട്ടിയെടുക്കുമ്പോ പറയാനൊരു കാരണം വേണ്ടേ? ആ കൈ അങ്ങോട്ട് കാണിച്ചു കൊടുക്കടി തടിച്ച്. എന്റെ പ്രിയ മോൾക്ക് ഞാൻ എഴുതിയ പ്രേമലേഖനം ചേട്ടനിങ്ങ് എടുക്കുക. ആദിയുടെ കൊലച്ചിരിയിൽ ഒരു നിമിഷം പഞ്ചമി സ്റ്റക്കായി. തടിച്ച് അവൾ സ്വയം ഒന്ന് വിളിച്ചു.
അവന്റെ വായിൽ നോക്കുന്നവിടെ കണ്ണിൽ ഉരുണ്ടുകയറി കണ്ണുനീർ അവൻ കടിച്ചതിനായിരുന്നില്ല. പകരം അവന്റെ വായിൽ നിന്ന് കേട്ട തടിച്ച് എന്ന വാക്ക് കേട്ടായിരുന്നു. ഒന്നും പറയാതെ വേഗത്തിൽ തിരിഞ്ഞ് പടികളിറങ്ങി ഓടുന്നവളെ ഒരു പിടപ്പോടെ ആദ്യം നോക്കി. പല്ലവി ഉറക്കെ ഉറക്കെ ചിരിച്ചു. തടിച്ചിക്ക് കിട്ടി. ആദിയുടെ റൊമാൻറ്റിക് മൂഞ്ചി തക്കാളിപ്പഴം പോലെ ചുമന്നതും പല്ലവി മുഖം കുനിച്ചു. കാരണം ചെക്കന് ദേഷ്യം വന്ന പിന്നെ കണ്ണ് കാണില്ല. ഏയ് പൊന്നെ പൊന്നെ നിക്കടാ. ഓ ഷിറ്റ്. പുറത്തേക്ക് ഇറങ്ങി ഓടിയോടെ പുറകെ വെച്ച് വിട്ട് അവനും. പക്ഷെ പെണ്ണിന്റെ പൊടി പോലും കണ്ടില്ല. ആദ്യം ഓടിയെത്തിയത് ഉമ്മറത്ത് വായും തുറന്ന് കണ്ണും തള്ളുന്ന ഒരു കൂട്ടം പെണ്ണുങ്ങളുടെ ഇടയിലേക്കാണ്. സുഭാഷ്, കുടുംബശ്രീ. ഇന്നത്തെ ചർച്ചാ വിഷയം. ആദ്യ പൊന്നിനെ ഓടിച്ചു. എന്തിനാവും? ഇന്ന് തന്റെ വീട്ടിൽ വെച്ചായിരുന്നു കുടുംബശ്രീ മീറ്റിംഗ് എന്നുള്ള നഗ്നസത്യവും മനസ്സിലാക്കിയ നിമിഷം 2 കണ്ണുകൾ അവനെ നോക്കി ദഹിപ്പിക്കുന്നോടി കാണാൻ ചെക്കൻ വന്ന സ്പീഡിൽ അകത്തേക്ക് പോയി. മാതാ ശാരദാദേവിയുടെ ശാസനം ആസനത്തിൽ കിട്ടും. ശാരദേ, നിന്റെ മോൻ അത് ഏത് പെണ്ണിന്റെ പുറകെ അടി ഓടി വന്ന്? ഞാൻ അങ്ങോട്ട് ശരിക്കും കണ്ടില്ല. നിന്റെ പെൺമക്കളിൽ ആരെങ്കിലും ആണോ? അതോ വേറെ വല്ല? ഒന്നും അറിയില്ല, പാവം. അടുത്ത വീട്ടിലെ ശ്യാമളിൽ നിന്ന് ഈ ചതി ശാരദ പ്രതീക്ഷിച്ചില്ല. പഞ്ചമിയുടെ അമ്മ പഞ്ചപുച്ഛമടക്കി സൈലന്റായി. ശ്യാമളേച്ചി കഴിഞ്ഞ 2 ഞായറാഴ്ച കമ്മിറ്റിക്ക് വന്നില്ലല്ലോ. ആ ഫൈന് 20 രൂപ എടുത്തേ. ശാരദ തിരിച്ച് ശ്യാമളയുടെ വായിലേക്ക് ആപ്പടിച്ചു. വേണ്ടായിരുന്നു. അവളുടെ മോൻ സ്വന്തം ഉറപ്പിണിട്ട് ഓടിച്ച് ചോദ്യം ചെയ്തതിന് തനിക്ക് നഷ്ടമായ 20 രൂപ ഓർത്ത് ശ്യാമള ദുഃഖിച്ചു. ശ്യാമള വിഷമത്തോടെ പൈസ എടുത്ത് നീട്ടി. ശാരദേ, ഞാൻ എല്ലാ കമ്മിറ്റിക്കും വന്ന. ആ പോയ പെണ്ണേതാ? ഇത് ദപ്പുറത്തെ വീട്ടിലെ ശാന്തയാണ്. ശാന്തേ, യു ടു. ഇന്നത്തെ കമ്മിറ്റി കഴിഞ്ഞു, എല്ലാവർക്കും പോവാം. ശാരദ കട്ടായം പറഞ്ഞുകൊണ്ട് ബുക്ക് മടക്കി. അപ്പൊ ജനഗണമന പാടണ്ടേ? ആരോ ചോദിച്ചു. അതൊക്കെ അവരവരുടെ വീട്ടിൽ ചെന്നിരുന്ന് പാടിക്കോ. ശാരദ ഉറക്കെ പറഞ്ഞുകൊണ്ട് ചാരുപടിയിൽ നിന്ന് എഴുന്നേറ്റു. ഓ, ആൾക്ക് പിടിച്ചില്ല. എല്ലാവരും മുഖം കൂട്ടി പല വഴിക്ക് പിരിഞ്ഞു. ശാരദ ചവിട്ടിത്തുള്ളി അകത്തേക്ക് കയറി. ഈ നാശങ്ങൾ 2 കമ്മിറ്റികളും വാക്കുണ്ടാക്കി വെച്ചല്ലോ എന്റെ ദേവി. ആദി, എടാ ആദി, പൊന്നെന്താ ഓടിയേ? നീ എന്തിനാ കൊച്ചിനെ അടിച്ചോ? ശാരദയുടെ ചോദ്യം കേട്ട് സോഫയിൽ കിടന്ന് ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്ന ആദി പുച്ഛത്തോടെ പറഞ്ഞു. ആ, കടിച്ചു. എന്തോന്ന്? ശാരദയുടെ കണ്ണു തള്ളി. കടിച്ചൂന്ന്. കടിച്ചു മതിയാ? നിനക്ക് അടിച്ചു വരയ്ക്ക് 2 ഒരേ പൊക്കത്തിലും തൂക്കത്തിലും ഇവിടെ തന്നെ ഉണ്ടല്ലോടാ. പിന്നെ അവൾ എന്തിനാണ് നീ കടിച്ച്? ആഹാ, എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് ഞാൻ ഇനിയും കടിക്കും. ഇവിടെയുള്ള എലിമ്പിച്ചുകളെ കടിക്കുന്ന പോലെ അല്ല പൊന്നിനെ കടിക്കുന്നത്. അവളെ കടിക്കാൻ കിട്ടും. ശാരദ മൂക്കത്തി വിരൽ വെച്ച്. ഹോ, എന്റെ കൊച്ചിന്റെ തടി എങ്ങനെയും ഒന്ന് കുറയ്ക്കണേ എന്റെ ദേവിയേ. ശാരദയുടെ കുഞ്ഞാങ്ങളമോൾ പാസം തറവഴി ഒഴുകി. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഞാൻ ആദ്യേട്ടനോട് പിണങ്ങി. വേറെ ഒന്നും കൊണ്ടല്ല, കുഞ്ഞുനാൾ മുതൽ കേൾക്കുന്നതാണ് തടിച്ചി എന്നുള്ള വിളി. ആദ്യേട്ടനൊഴികെ പെറ്റ തള്ളവരെ വിളിക്കാറാണ് പതിവ്. പക്ഷെ ആദ്യേട്ടൻ ഒരിക്കൽ പോലും എന്നെ അങ്ങനെ വിളിച്ചിട്ടില്ല. എനിക്കിപ്പോൾ 17 വയസ്സാണ് പ്രായമെങ്കിലും 70 കിലോ വെയിറ്റ് ഉണ്ട്. കുഞ്ഞുനാൾ മുതലേ അച്ഛനും അമ്മയും താഴത്തും തലയിലും വെക്കാതെയാണ് കൊണ്ടു നടന്നത്. താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേങ്കടിക്കും, കട്ടിൽ വെച്ചാൽ മൂട്ടടിക്കും, കോളേജിൽ വിട്ടാൽ ലൈനടിക്കും എന്ന് വിചാരിച്ച് പേടിച്ചാ അമ്മയും അച്ഛനും എന്നെ വളർത്തിയത്. പോരാത്തതിന് പൊന്നി എന്ന പേരും. ഈ ആദ്യമായിട്ട് തന്നെ എനിക്ക് തിന്നാനും കുടിക്കാനും വാങ്ങിത്തരുന്നതിന് കയ്യും കണക്കില്ല കേട്ടോ. ആ ആദ്യമായിട്ട് തന്നെ തടിച്ചെന്ന് വിളിച്ച് കളിയാക്കിയ പിന്നെ പിണങ്ങാതെ സഹിച്ചില്ല. കുറെ നാളെൻ്റെ കാല് പിടിച്ച് ആദ്യമായിട്ട് നടന്നു. ഞാൻ മൈൻഡ് വെച്ചില്ല. ഇടയ്ക്കൊക്കെ എന്നെ ചിരിപ്പിക്കാൻ ഓരോ കോപ്രായങ്ങൾ കാണിക്കാറുണ്ട് കേട്ടോ. ഞാൻ കട്ടക്ക് പിടിച്ചു നിൽക്കും. +2-ന് 95% മാർക്കോടെ ഞാൻ മറുകണ്ഠം ചാടി. ഇരട്ടകൾ 2 വെള്ളത്തിൽ ചവിട്ടി തുഴഞ്ഞ് വല്ല വിധനെയും ഭാവിയുടെ അറ്റം കണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് 18 കഴിഞ്ഞു ഗോയ്സ്. +2 വെക്കേഷൻ സമയം ഞാനും അന്നും അമ്മും ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്തു. കല്യാണക്കാരിയല്ല കേട്ടോ, പഠിത്തം തന്നെ. ആ ഇടക്കാണ് ഒരു രാത്രി 3 ഷർമ്മ ഒറ്റ ഇരിപ്പിൽ ഞാൻ കുത്തിക്കയറ്റിയത്. പാതിരാത്രി വയറിന്റെ കാരണവർക്ക് വരെ വിളി തുടങ്ങി. വേറെ നിവൃത്തിയില്ലാതെ ഞാൻ സൈറം മുഴക്കി വീട്ടുകാരെ വിളിച്ചു നിർത്തി. അമ്മേ, എന്റെ വയറ് വേദനിക്കുന്നേ. അച്ഛൻ ലൈറ്റിട്ട് സൈറൺ മുഴക്കി ദാമോദർജിയെ വിളിക്കാൻ പോയി. കാരണം കാർ അവിടെയാണുള്ളത്. കാറും കൊണ്ട് വന്നതോ ആദ്യേട്ടൻ. നോക്കുമ്പോൾ എന്റെ ചേച്ചി പിശാച് മുന്നിൽ കയറി ഞെളിഞ്ഞിരിക്കുക. ആദ്യേട്ടന്റെ തൊട്ടടുത്ത്. എനിക്ക് പ്രാണവേദന. അവൾക്ക് റീൽസ് വായന എന്ന് പറയും പോലെ. 2 എന്തൊക്കെയോ റീൽസ് കണ്ട് ചിരിച്ചു മരിക്കുന്നുണ്ട്. ആ മരണ വെപ്രാളത്തിലാണ് ആദ്യേട്ടൻ കാർ ഡ്രൈവ് ചെയ്യുന്ന പോലും. ഹോസ്പിറ്റലിൽ എത്തിയത് ഞാൻ ഡോക്ടറെ കയറി പിടിച്ചു. ഡോക്ടറെ കുത്തിവെക്കോ? കയറി പിടിച്ചു ചോദിച്ച ശേഷമാണ് ഞാൻ ആ മുഖം കണ്ടത്. എന്റെ സാറേ, ആ മുഖം കണ്ടാ പിന്നെ മറ്റു രോഗികളൊന്നും കാണാൻ പറ്റൂല. ഒരു 28, 8, 8.25 പ്രായം തോന്നിക്കും. ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടി. എനിക്ക് 18, അങ്ങേർക്ക് 28. 18 - 28 = 10. 28 - 18 = 10. സെറ്റ്. അമ്മേ! കാൽക്കുലേഷനും എന്റെ നിലവിളി ഒരുമിച്ചായിരുന്നു. അങ്ങേരെ എനിക്കിട്ട് കുത്തിയതാ. ട്രിപ്പ് ഇറക്കാനുള്ള ക്യാനുല. എടോ, ഒറ്റ കുത്ത്, അത്രേ ഉള്ളൂ. ഇനിയുള്ള മെഡിസിൻസ് ഒക്കെ ഇതുവഴി ഉള്ളിലേക്ക് പോകുന്നു. സോ പെയിൻ കാണില്ല.
എന്റെ അത്രയും അടുത്ത് വന്നിന്ന് അങ്ങേരത് പറഞ്ഞ് എന്റെ ഓരോ രോമകൂപങ്ങൾ എഴുന്നേറ്റിന്ന് തുള്ളിച്ചാടി കണ്ടം വഴി ചാടി ഓടി. എന്തൊരു നോട്ടായിരുന്നെന്നോ. കണ്ണുകൾ തമ്മിലൊന്ന് ഇടഞ്ഞ നിമിഷം പെട്ടെന്നാണ് എന്റെ തോളിലൊരു പിടി വീണ്. അലവലാതി, ചേറ്റ, നാറി, നിനക്കൊക്കെ നാണുണ്ടോടാ? തുപ്പും ഞാൻ നിന്റെ മുഖത്തേക്ക്, ഞാൻ കാറി തുപ്പും. ബാക്കി ഞാൻ പറയുന്നില്ല. എന്റെ ബെഡിൽ കയറി എന്റെ അടുത്ത് വന്നിരുന്ന തോളിൽ അമർത്തിഞ്ഞിരിക്കുന്ന ആദ്യമായിട്ടിനെ നോക്കി ഞാൻ മനസ്സിൽ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു. എന്റെ ഡോക്ടർ, ഇവൾക്ക് ട്രിപ്പ് ഇടേണ്ട ഒരു കാര്യമില്ല. ആ ട്രിപ്പിലെ മരുന്ന് വേണി ഇവൾ ക്ലാസ്സിൽ ഒഴിച്ച് കുടിക്കും. അമ്മാതിരി മുതലാ. ഇവളുടെ ഒടുക്കത്തെ തീറ്റി കാരണ ഈ വയറുവേദന. എപ്പോഴും തിന്നാന്നുള്ള വിചാരം മാത്രമേ ഇവൾക്കുള്ളൂ. 18 വയസ്സായിട്ടുള്ളൂ, പക്ഷെ 70 വെയിറ്റ്. ഈ അസുഖത്തിന് വല്ല മരുന്നുണ്ടോ ഡോക്ടർ? ആദ്യമായിട്ട് എന്റെ സുഖപ്രസവം കഴിഞ്ഞതും ആ സുന്ദരൻ ഡോക്ടർ എന്നെ നോക്കി വല്ലാത്ത ചിരിയും ചിരിച്ചൊരു പോക്കങ്ങ് പോയി. എന്റെ അടുത്തൊരു വിജയെ പോലെ ഇരിക്കുന്ന ദാമോദർജി പ്രൊഡക്റ്റിനെ ഞാനൊന്ന് ഇരുത്തി നോക്കി. എന്റെ പൊന്നോ, ഇങ്ങനെ നോക്കല്ലേടി, ഞാനിപ്പോ ഭസ്മായി പോവല്ലോ. എന്റെ കഞ്ഞിയിൽ പാറ്റിയിടാൻ നോക്കിയ നിന്നെ ആ വെറുതെ ഇടോടി പഞ്ചമി പൊന്നേ. അങ്ങനെ ചുളുവിൽ നീ ഹോസ്പിറ്റലിൽ നിന്ന് കറണ്ട് കമ്പി വലിക്കണ്ട. ഷോക്ക് അടിച്ച പോലെ ആയിരുന്നല്ലോ അവന്റെ മുഖത്ത് നോക്കിയുള്ള നിന്റെ ഭാവം. എവിടെ കാണിച്ച് ഈ ആദ്യമായിട്ടും കൂടി ഒന്ന് കാണട്ടെടി. അയ്യോടാ, മൊട്ടേന്ന് വിരിഞ്ഞില്ല. അവള് ലൈം വലിക്കാൻ വന്നേക്കുന്നു. പല്ല് കടിച്ചു പിടിച്ചുള്ള അവന്റെ കൊഞ്ചിക്കൽ ഞാനും പല്ല് കടിച്ചു പിടിച്ച് എന്നെ സ്വീകരിച്ചു. എന്റെ പേര് പഞ്ചമി അയ്യപ്പനാണെങ്കിൽ നിന്റെ കഞ്ഞിയിൽ ഞാൻ പാറ്റ വളർത്തും. ഇല്ലെങ്കിൽ നീ എന്റെ ചെവി നുള്ളിക്കോ. ഇത് സത്യം. ആരുടെ ചെവിയില്? നിന്റെ ആണോ? നുള്ളട്ടെടി, ഞാൻ നുള്ളട്ടെ. ആദ്യമായിട്ട് എന്റെ 2 ചെവിയിലും പിടിച്ച് അത്യാവശ്യം നല്ലപോലെ നുള്ളിപ്പറിച്ചു. ട്രിപ്പ് മരിച്ചു പിടിച്ച് ഞാൻ പോകാൻ നേരം കള്ളൻ ഡോക്ടറിനോട് പറയുക, ഇയാൾക്ക് ഈ തടി ചേരുന്നുണ്ട് കേട്ടോ. നിന്റെ ബ്രദർ പറയുന്ന കേട്ട് ഇനി തടി ഓർക്കാൻ നിൽക്കണ്ട. എനിക്കിഷ്ടമായി. അപ്പൊ ചിരിച്ച ചിരി ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്റെ ചുണ്ട് അങ്ങനെ തന്നെ ഇരുന്നു. അന്ന് ഞാനൊരു തീരുമാനം എടുത്തു. പഠിച്ചൊരു ഡോക്ടർ ആവണം. നോ, ഒരു നേഴ്സെങ്കിലും ആവണം. എന്നിട്ട് ഇതേ ഹോസ്പിറ്റൽ നേഴ്സായിട്ട് ജോലിക്ക് കയറിയിട്ട് ആ സുന്ദരൻ ഡോക്ടറെ കെട്ടി അങ്ങനെയുടെ പിള്ളേരുടെ തള്ളയാവണം. അനുവാമവും ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. ഞാൻ BSc നഴ്സിംഗ് എന്ന സ്വപ്നത്തിലേക്ക് 4 കാലം പറിച്ച് വീണു. ദൂരെ പോയി പഠിച്ച ആ സമയത്ത് കഴിക്കാനൊന്നും കിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ വീടിനടുത്തുള്ള നഴ്സിംഗ് കോളേജിൽ തന്നെ ജോയിൻ ചെയ്തറിഞ്ഞ ആദ്യേട്ടൻ ഒരു ദിവസം അമ്പലത്തിൽ വെച്ച് എന്നെ പൂച്ചിച്ചു. ഞാനല്ലല്ലോടി, ബാംഗ്ലൂരോ മറ്റോ പോയി വല്ല ഹോസ്റ്റലൊക്കെ ഒന്ന് പഠിക്കുന്നതിന് പകരം അവൾക്ക് തീറ്റയാ വലുത്. തടിച്ച് നീ പോടാ, പോയി നിന്റെ കാമികാരിക്ക് പ്രേമലേഖനം ചെയ്ത്. എന്റെ കൈ, എന്റെ വായ, എന്റെ വയറ്, അതിന് നിനക്കെന്താടാ? അന്നും ആദ്യേട്ടനോട് ഞാൻ ഉടക്കി പിരിഞ്ഞു. വർഷങ്ങൾ കൊഴിഞ്ഞു പോവേ എന്റെ ഒടുക്കത്തെ തീറ്റി മുടിഞ്ഞ പഠിത്തവും തുടരവേ ആദ്യേട്ടനും പല്ലവി ചേച്ചി ഒരുമിച്ചുള്ള PSc പഠനവും ആ വഴിക്ക് നടന്നു. അന്നൊരു ബുധനാഴ്ചയായിരുന്നു അല്ലേ? ആയിരിക്കും. ഈ കഥയിലൊക്കെ അങ്ങനെയാണല്ലോ പറയാ അല്ലേ? ആയിരിക്കും. ഞാൻ വീട്ടിലെത്തിയതും കാണുന്നു മുറ്റത്ത് കുറെ കളർഫുൾ ചെരുപ്പുകൾ. വാവ്, ലങ്കി മറിയുന്നു. ഞാൻ അവിടെ കുത്തിയിരുന്ന് എണ്ണമെടുത്തു. 1 2 3 4 തീരുന്നില്ലല്ലോ ദേവിയെ. അതിൻ്റെ അറ്റത്ത് എൻ്റെ ചെരുപ്പൊഴിച്ച് വെച്ച് ഞാൻ അകത്തേക്ക് കയറിയതും കാണുന്നു എവിടെയോ കണ്ട് പരിചയമുള്ള നല്ല ഫോറീൻ മുഖങ്ങൾ. അതെ, ദാമോദർജിയുടെ പെങ്ങളും ഭർത്താവും. പിന്നെ ആരാണ്ടൊക്കെയുണ്ട്, UK-കാരാ. ഒപ്പം ദാമോദർജി അമ്മായിയും ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. എൻ്റെ മനസ്സിലൊരു തട്ട് ലഡ്ഡു പൊട്ടി. അപ്പോൾ അടുക്കളയിൽ സ്പെഷ്യൽ എന്തെങ്കിലും കാണാൻ സാധ്യതയുണ്ട്. കുത്തിക്കയറ്റാം. അടുക്കളയിൽ ചെന്നും കണ്ടു പലവി ചേച്ചി അന്നുവും അമ്മുവും ഒക്കെ ഉണ്ട്. ആദ്യേട്ടനെ മാത്രം കാണാനില്ല. ദാമോദർജിയുടെ കൂടെപ്പിറപ്പ് എന്താ അമ്മ ഇവിടെ? ധൃതികൾ ചായ എടുത്തുകൊണ്ടിരുന്ന അമ്മയോട് ഞാൻ ചോദിച്ചു. അവരപ്പുറത്ത് വന്നാ പൊന്നെ, നമ്മുടെ അന്നുവിനെ അമ്മനെ പെണ്ണി ചോദിക്കാൻ. അവർക്ക് മൂത്ത് 2 ഇരട്ട ആൺമക്കളാ. അമ്മ അത് പറഞ്ഞ് ഒരു പിടി മിച്ചർ വാരി വാരിട്ടൊന്ന് ചവച്ചുകൊണ്ട് ഞാൻ രണ്ടിനെയും നോക്കി. UK-യിൽ വിളഞ്ഞ നെൽപ്പാടം കണ്ടിട്ടാണല്ലേ ദാമോദർജി കഷ്ടപ്പെട്ട് ഇരട്ട കുട്ടികളെ രൂപകൽപ്പന ചെയ്ത്. കൊള്ളാം. അവളുമാർക്കാണെങ്കിൽ ഒടുക്കത്തെ നാണം. അതുകൊട്ടെ, ഇവളുമാരെ കാണാമെന്ന് അവരെന്താ നമ്മുടെ വീട്ടിലെ ചായ കുടിക്കുന്നത്? അമ്മായിട്ട് ചായ ഉള്ളില്ലേ? അയ്യോ പോടി, അവിടെ ഒരു തമാശ. അവർക്ക് ഇരട്ടകളല്ലാതെ ഒരു ഇളയമോൻ കൂടിയുണ്ട്, UK-യിൽ ഡോക്ടറാ. അതിനു വേണ്ടി നമ്മുടെ പല്ലവി ഒന്ന് ആലോചിച്ചാലോന്ന് ദാമോദർ ചേട്ടൻ പറഞ്ഞപ്പോൾ അവളെ കാണാമെന്നാ. ഞാനൊരു കള്ളച്ചിരിയോടെ ഒരു പിടി മിച്ചർ കൂടി വാരിയതും അമ്മ കയ്യിൽ പിടിച്ചു. ഇടടി അവിടെ, ഇത് അവർക്കുള്ളതാ. പല്ലവി, ഈ ചായ അവർക്ക് കൊണ്ടു കൊടുക്ക്. ഞാൻ പല്ലവി ചേച്ചിയെ നോക്കി. അപ്പൊ ആദ്യേട്ടനോ? അമ്മായി പണ്ടേ പറയായിരുന്നു എന്റെ കുഞ്ഞാങ്ങളുടെ മോൾ എന്റെ ആദിക്കുള്ളതാണെന്ന്. ആദ്യേട്ടനെ നോക്കി വെള്ളർക്കി കൊണ്ടു നടന്ന ചേച്ചി ഇപ്പോ UK-കാരന്റെ ആലോചന വന്നപ്പോ മലക്കം മറിഞ്ഞോ? എന്തൊരു നാണമോത്ത്. ആദ്യം മൂഞ്ചിയായല്ലോ എന്നോർത്ത് ഞാൻ ഒടുക്കത്തെ ചിരി അങ്ങ് ചിരിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.